നമസ്കാരം. ഇന്ത്യ ഇന്തോനേഷ്യ സ്വതന്ത്ര വ്യാപാര കരാറുകൾ വിലയേറിയ ലോഹ മേഖലയിൽ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഓൾ ഇന്ത്യ ജൂവലേഴ്സ് ആൻഡ് ഗോൾഡ് സ്മിത്ത് ഫെഡറേഷൻ. ഇത് സംബന്ധിച്ച് ഫെഡറേഷൻ ഗുരുതരമായ ആശങ്കകൾ ഉന്നയിച്ചിട്ടുണ്ട്. സ്വതന്ത്ര വ്യാപാര കരാറിൽ നൽകിയിരിക്കുന്ന ഡ്യൂട്ടി ഫ്രീ ഇളവുകളുടെ പ്രയോജനം അത് നേടുന്നതിനായി ചില ഇറക്കുമതിക്കാർ പ്ലാറ്റിനം മെഡലുകളുടെ മറവിൽ സ്വർണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നതായി ധനകാര്യമന്ത്രിക്ക് അടുത്തിടെ നൽകിയ ഒരു നിവേദനത്തിൽ ഫെഡറേഷൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ പ്ലാറ്റിനം മെഡലുകളിൽ പ്ലാറ്റിനത്തിന്റെ ശതമാനം ഏകദേശം 4% മാത്രമാണെന്ന് 96% സ്വർണമാണെന്ന് ഫെഡറേഷൻ വിശദീകരിക്കുന്നുണ്ട്. ഇന്തോനേഷ്യയിൽ നിന്ന് ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ നേടുന്നതിലൂടെ ഇറക്കുമതിക്കാർക്ക് നിയമപരമായി 0% കസ്റ്റംസ് തീരുവ അവകാശപ്പെടാം. അതായത് പ്ലാറ്റിനം എന്ന് ബ്രാൻഡ് ചെയ്യുമ്പോൾ സ്വർണം ഏതാണ്ട് ഡ്യൂട്ടി ഫ്രീ നിരക്കിൽ ഇറക്കുമതി ചെയ്യും. ഇത് താരിഫ് വർഗീകരണത്തിലെയും ന്യായമായ വ്യാപാര രീതികളെയും ആവശ്യ സ്വഭാവമെന്ന ആശയത്തിന് എതിരാണെന്ന് ഫെഡറേഷൻ വാദിക്കുന്നുണ്ട്. സ്വർണത്തിന് പൂർണ്ണ തീരുവ അടയ്ക്കുന്ന സത്യസന്ധരായ ജ്വല്ലറികൾ, റിഫൈനർമാർ, അതോടൊപ്പം തന്നെ ബുള്ളിയൻ ഇറക്കുമതിക്കാർ എന്നിവർക്ക് ഒരു തുല്യത ഇല്ലാത്ത ഇടം സൃഷ്ടിക്കുകയാണ് ഇതുവഴി ചെയ്യുന്നത്. മാത്രമല്ല, ഇത് ഗണ്യമായ വരുമാന ചോർച്ചയ്ക്കും മറ്റ് താരിഫ് ലൈനുകളിൽ സമാനമായ കൃത്രിമ ഘടകങ്ങളുടെ വ്യാപനത്തിനും കാരണമാകും. കസ്റ്റംസ്, DRI, അതോടൊപ്പം തന്നെ മറ്റ് ഏജൻസികൾ എന്നിവയുടെ നിർവഹണത്തെ സങ്കീർണമാക്കുന്ന വിലയേറിയ ലോഹങ്ങളിലൂടെ റൗണ്ട് ട്രിബിൾസിങ്ങിനും അതോടൊപ്പം തന്നെ മൂല്യ കൈമാറ്റത്തിനും സൗകര്യപ്രദമായ ഒരു ചാനൽ തുറക്കുക എന്ന ആശങ്കയും ഫെഡറേഷൻ ഉയർത്തുന്നുണ്ട്. സാഹചര്യത്തിന്റെ അടിയന്തരാവസ്ഥ കണക്കിലെടുത്ത് ചില അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ഫെഡറേഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്ലാറ്റിനം വസ്തുക്കളെന്ന് ലേബൽ ചെയ്തിട്ടുള്ള ഇറക്കുമതികൾ പ്രധാന ലോഹ ഉള്ളടക്കത്തിന് അനുസൃതമാണെന്ന് ഉറപ്പാക്കാൻ കർശനമായി പരിശോധിക്കണമെന്ന് ഉപദേശിച്ചുകൊണ്ട് എല്ലാ കസ്റ്റംസും അതോടൊപ്പം തന്നെ DRIകൾക്കും മുന്നറിയിപ്പ് നൽകണം. സ്വർണ്ണ പ്രധാന ലോഹമായ ഉത്പന്നങ്ങൾക്ക് ചെറിയ അളവിൽ പ്ലാറ്റിനം ഉള്ളടക്കം ഉള്ളതിനാൽ സ്വതന്ത്ര വ്യാപാര കരാർ ആനുകൂല്യങ്ങൾ ലഭിക്കാതിരിക്കാൻ CBIZ വിശദീകരണങ്ങൾ പുറപ്പെടുവിക്കണം. ദുരുപയോഗം കണ്ടെത്തുന്നതിനും വ്യത്യസ്ത തീരുവകൾ പലിശ സഹിതം തിരിച്ചുപിടിക്കുന്നതിനും നിയമപ്രകാരം ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുന്നതിനും സമീപകാലവും ഭാവിയിലുമുള്ള കയറ്റുമതികൾ പരിശോധിക്കുന്നു. സ്വതന്ത്ര വ്യാപാര കരാർ വ്യവസ്ഥയുടെ സമഗ്രതയോ സത്യസന്ധരായ വ്യാപാരികളുടെ നിലനിൽപ്പിനെയോ ബാധിക്കാൻ പാടില്ലാത്ത ദുരുപയോഗം കണ്ടെത്തുന്നതിനും അതോടൊപ്പം തന്നെ വ്യത്യസ്ത തീരുവകൾ പലിശ സഹിതം തിരിച്ചു പിടിക്കുന്നതിനും നിയമപ്രകാരം ശിക്ഷാ നടപടികൾ ഏർപ്പെടുത്തുന്നതിനും സമീപകാലവും ഭാവിയിലുമുള്ള കയറ്റുമതികൾ പരിശോധിക്കുന്നുണ്ട്. സ്വതന്ത്ര വ്യാപാര കരാർ വ്യവസ്ഥയുടെ സമഗ്രമായ ഒരു സത്യസന്ധമായ വ്യാപാരികളുടെ നിലനിൽപ്പിനെയോ അത് ബാധിക്കാൻ പാടില്ലാത്ത അവസരവാദപരമായ ചില നടപടികൾ മാത്രമാണിതെന്നും അതോടൊപ്പം തന്നെ ശുദ്ധവും സുതാര്യവും അത് നിയമാധിഷ്ഠിതവുമായ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധതയാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നാണ് ഫെഡറേഷൻ പറയുന്നത്. ന്യൂസ് ഡെസ്ക് തത്തമൈ TV.